മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിമിഷ സമയങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സമയങ്ങളിലുമായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ ഫലപ്രകാരം തെളിഞ്ഞു കാണുന്നതനുസരിച്ച് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരിൽ ചിലർ ജീവിതത്തിൽ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ജീവിതം തന്നെ മുഴുവനായി ഒരു ദുർഘടം പിടിച്ച വഴിയിലേക്ക് തിരിയുന്ന തരത്തിലുള്ള തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ തന്നെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നിങ്ങളെ വിടാതെ പിന്തുടർന്ന് ശ്വാസം മുട്ടിക്കുമ്പോൾ ഈ സമയത്തിന് മാറ്റമുണ്ടാകില്ലേ എന്ന് വരെ പലപ്പോഴായി നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പരിശ്രമം എത്ര ഉണ്ടെങ്കിലും അതിന് തക്കതായ ഒരു ഉന്നതി ജീവിതത്തിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം വന്നേ മതിയാകൂ എന്നതാണ് സത്യം. അപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് നിങ്ങളിൽ തെളിയുന്ന സിദ്ധയോഗം കൊണ്ടാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം. അപ്പോൾ ഈ സിദ്ധയോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച തെളിയുന്ന സിദ്ധയോഗം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കാണുന്ന ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഇപ്പോൾ കുറച്ച് നാളുകളായി ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് പറയുന്നത് തീരെ ഇല്ല എന്നതാണ് അവസ്ഥ. അതായത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു വേവലാതി അനുഭവപ്പെടുകയും ജീവിതം എന്താവും എന്നുള്ള ഒരു ഭയം ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം അത്രയേറെ പ്രതിസന്ധികളാണ് മാറി മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ കഷ്ടപ്പാടിലാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഒന്നിനുമേൽ ഒന്നായി അധികരിച്ചു വരുന്ന കടബാധ്യതയും ഒരാവശ്യം വരുമ്പോൾ കയ്യിൽ പണമില്ലാതെ വരുന്ന തരത്തിലുള്ള ദുരവസ്ഥയും കൊണ്ട് ചില ചിങ്ങം രാശിക്കാർ മനസ്സ് നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ദൗർഭാഗ്യങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കാര്യതടസ്സങ്ങളും മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് അനുഭവത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന സിദ്ധയോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾക്ക് ഏതൊക്കെയോ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട്
കയ്യിലേക്ക് വരേണ്ട പണം പോലും നിങ്ങൾക്ക് ലഭിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു നിയമ തടസ്സമോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് തരേണ്ട പണം നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്നതോ ആവാം. എന്തുതന്നെ ആയിരുന്നാലും നിങ്ങളിലേക്ക് വരേണ്ടതായിരുന്നിട്ടും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആ ഒരു ധനവരവ് നിങ്ങളിലേക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളിൽ സിദ്ധയോഗം തെളിയുന്ന ഈ ജൂലൈ 23 വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതുകൂടാതെയും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ ചിങ്ങം രാശിക്കാർക്കും തന്നെ ഭാഗ്യകരമായ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിലെ പല ഇല്ലായ്മകളും അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ശുഭകരമായ സമയം നിങ്ങളിൽ തെളിയുകയും ചെയ്യുന്ന ദിവസം കൂടിയായിട്ടാണ് ഈ ഒരു ദിവസം കാണപ്പെടുന്നത്. ഇനി അതുമാത്രമല്ല, ചില കരാറുകളിൽ ഏർപ്പെട്ടതിന് ശേഷം അത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ കഴിയാത്തതിനാൽ അതിൽ നിന്ന് ലഭിക്കേണ്ട സാമ്പത്തിക ലാഭം പോലും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ സിദ്ധയോഗം തെളിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റെടുത്ത ആ ഒരു കരാർ പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമായിരിക്കും. ഒപ്പം തന്നെ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ചിങ്ങം രാശിക്കാർക്ക് കർമ്മമേഖലയിലും ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന സമയമായിട്ടാണ് ഈ സമയം ഫലത്തിൽ കാണുന്നത്. ഇനി ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടത്, നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെന്നില്ലാത്ത തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാനസിക വിഷമതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഇപ്പോൾ അത് ഒരു ദുഃഖമായി നിൽക്കുകയാണ്. എന്നാൽ ഈ സിദ്ധയോഗം നിങ്ങളിൽ തെളിയുന്ന ജൂലൈ 23 വ്യാഴാഴ്ചയോടെ ചില മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് അത്തരത്തിൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരുടെ കുടുംബ ബന്ധങ്ങളിലും വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാവുകയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഈ സിദ്ധയോഗം കൊണ്ട് വന്നു ചേരുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി ഇല്ലാതാവുകയും ചില ശുഭകാര്യങ്ങളും ചില ശുഭവാർത്തകളും നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. ഇതിനെല്ലാം ഉപരിയായി ചില ചിങ്ങം രാശിക്കാർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ചില പ്രവർത്തികൾ കൊണ്ട് മറ്റാരും സഹായത്തിന് ഇല്ലാത്ത ചില ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങൾ നേടിക്കൊടുക്കുവാനുമുള്ള യോഗവും കാണുന്നു. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജൂലൈ 23 വ്യാഴാഴ്ച ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി ഈ ജൂലൈ 23 വ്യാഴാഴ്ച സിദ്ധയോഗം തെളിയുന്നത് കൊണ്ട് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജീവിതത്തിൽ ഭാഗ്യം അല്പം പോലും ഇല്ലാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ജീവിതത്തിൽ എത്ര ദൂരം മുന്നേറുവാൻ ശ്രമിക്കുന്നുവോ അത്ര തന്നെ പിന്നിലേക്ക് ചെന്ന് നിങ്ങൾ തുടങ്ങിയെടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള മുന്നേറ്റവും നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഇനി സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികൾക്ക് എല്ലാം പുറമെ കുടുംബത്തിലും
പല പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അതായത് കഠിനാധ്വാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു കയറിയാൽ പോലും നിങ്ങൾക്ക് സമാധാനമായി അവിടെ സമയം ചിലവഴിക്കുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടേറെയാണ്. എന്നാൽ ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന സിദ്ധയോഗം കൊണ്ട് വളരെ വ്യക്തമായി പറയുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായി അന്നേ ദിവസം തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ചില വ്യക്തികളെ പരിചയപ്പെടുവാനും അതുപോലെ തന്നെ ചില പുതിയ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ദിവസമായിരിക്കും. അതായത് അന്നേ ദിവസം നിങ്ങൾ ആ വ്യക്തികളെ കാണുകയും ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിയെ തന്നെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കും എന്നതാണ് വ്യക്തമായി പറയുവാൻ കഴിയുന്ന ഒരു കാര്യം. അതിനാൽ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും മറ്റും തുലാം രാശിക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ അവസരങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ഒരു കാരണവശാലും തട്ടിത്തെറിപ്പിക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവിടെ എങ്ങനെയൊക്കെയോ തുടർന്നു പോകുന്ന ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് മാനസിക സംഘർഷം വളരെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം പ്രതിസന്ധികൾ കർമ്മമേഖലയിൽ ഉള്ളതിനാൽ തന്നെ ഒരു മാറ്റം എത്രയും വേഗം ആഗ്രഹിക്കുന്ന ചില തുലാം രാശിക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സമയവും കൂടിയാണ് ഇത്. മാത്രമല്ല സ്വന്തമായി ഒരു ജോലി ഇതുവരെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന തുലാം രാശിക്കാർക്കും ഇത് ഭാഗ്യസമയമാണ്. അതായത് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശ്രമം ഈ ഒരു സമയത്ത് ഫലം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒപ്പം തന്നെ സിദ്ധയോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും വളരെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില തുലാം രാശിക്കാർ വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഓരോ ദിവസവും നേരിടുന്നുണ്ട്. അതായത് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സന്തോഷത്തോടെ പരസ്പരം മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആ ബന്ധം വരെ വേർപെട്ടു പോകും എന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. എന്നാൽ ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച സിദ്ധയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയും അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്നത് കൊണ്ട് വളരെയേറെ കഷ്ടപ്പെടുന്ന ചില തുലാം രാശിക്കാരെ പറ്റിയാണ്. അതായത് ഈ കുറച്ച് നാളുകളായി നിങ്ങൾ ആരോഗ്യത്തിൻ്റെ വില എന്താണെന്നുള്ളത് കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മികച്ച ആരോഗ്യസ്ഥിതി മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ തുടർച്ചയായി ആരോഗ്യ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്കും ഈ സിദ്ധയോഗം ഭാഗ്യമായാണ് വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ചയോടെ നിങ്ങൾക്ക് ആരോഗ്യകാര്യത്തിൽ മികച്ച ഒരു മാറ്റം കാണുവാൻ കഴിയും. ഇനി മറ്റുള്ള ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരുന്ന തുലാം രാശിക്കാർക്കും ഈ ഒരു ദിവസം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ഒരു ചിന്തയുടെയും ആവശ്യമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ശുഭകാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും
ഇത്. ഇനി മൂന്നാമതായി ഈ ജൂലൈ 23 വ്യാഴാഴ്ച തെളിയുന്ന സിദ്ധയോഗം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. നിലവിൽ ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ ജീവിതത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലേക്കാണ് ഈ ഒരു യോഗം നിങ്ങളിൽ തെളിയുന്നതോടെ കടന്നു ചെല്ലുന്നത് എന്ന് വേണം പറയുവാൻ. കാരണം ഇന്നേ വരെ നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാത്ത ചില കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാകാത്ത ചില മാറ്റങ്ങളുമുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുവാൻ പോകുന്ന സമയമായിട്ടാണ് ഈ സിദ്ധയോഗം തെളിയുന്ന സമയം കാണപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വൃശ്ചികം രാശിക്കാർ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചു വരുന്ന ചില പ്രതിസന്ധികൾ അത്ര വലുതാണ്. അതായത് സാമ്പത്തികമായി ഒക്കെ നിങ്ങൾ പെട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ചെറിയ സാമ്പത്തിക ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് കടം വാങ്ങുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. കൂടാതെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് അതെല്ലാം അവസാനം വന്നു നിൽക്കുന്നത് പരാജയത്തിൻ്റെ വക്കിലാണ്. ഇനി ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളിലും ചില വിള്ളലുകൾ തുടരെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ദുരവസ്ഥ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ഈ ജൂലൈ 23 വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന സിദ്ധയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഇതിൽ ഒന്നാമതായി തന്നെ വൃശ്ചികം രാശിക്കാരുടെ ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും ഇത്. കാരണം പരസ്പരം എപ്പോഴും കലഹങ്ങളും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷവും കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനും അതുപോലെ തന്നെ ചില തെറ്റിദ്ധാരണകൾ പറഞ്ഞ് തിരുത്തുവാനും കഴിയുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കുടുംബത്തിനുള്ളിലെ അന്തരീക്ഷം വളരെ പോസിറ്റീവായി മാറുന്നതിനാൽ തന്നെ ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കും. മാത്രമല്ല, ഈ സിദ്ധയോഗം നിങ്ങളിൽ തെളിയുന്ന ജൂലൈ 23 വ്യാഴാഴ്ച വൃശ്ചികം രാശിയിൽ പിറന്ന ചില വ്യക്തികളുടെ വീടുകളിൽ ചില ശുഭകാര്യങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനുമുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഇനി എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം വൃശ്ചികം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നത് നിങ്ങളുടെ വരുമാന മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർക്ക് എത്രയൊക്കെ അധ്വാനിച്ചാലും നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വർധനവ് കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ദുരവസ്ഥയായിരുന്നു കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ വരുമാന വർധനവിന് തടസ്സമായി നിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാവുകയും വലിയ ഒരു വർധനവ് നിങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഒപ്പം തന്നെ വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സിദ്ധയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നതോടെ സന്താന സൗഭാഗ്യം, വിവാഹം, വസ്തുവിൽപ്പന എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു ശുഭകരമായ സമയമായിരിക്കും. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർ പഠന കാര്യങ്ങളിൽ കൂടുതൽ മികവ് പുലർത്തുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും കൂടുതൽ പുതിയ കലാകായിക രംഗത്തേക്ക് അവർ താല്പര്യം കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി ഇതിനെല്ലാം ഉപരിയായി വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സിദ്ധയോഗം കൊണ്ട്
നിങ്ങളിലെ ഈശ്വരാധീനം വർദ്ധിക്കുകയും സമ്പൽ സമൃദ്ധിയും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയാണ് തെളിയുന്നത്. ഇനി ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും മികച്ച അനുഭവങ്ങൾ മാത്രം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളിൽ തെളിയുന്ന സിദ്ധയോഗം നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിരിക്കും എന്നത് മാത്രമല്ല, ഒട്ടേറെ ഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു യോഗം കൂടിയാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.